മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് കളങ്കാവൽ. മൂന്നാം ആഴ്ചയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 2025 ഡിസംബർ 5-ന് പുറത്തിറങ്ങിയ ചിത്രം ആദ്യ രണ്ടാഴ്ച മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 21 ദിവസം കൊണ്ട് 81.70 കോടി രൂപയാണ് കളങ്കാവൽ നേടിയത്. കേരളത്തിൽ നിന്ന് മാത്രം 36.30 കോടിയാണ് ചിത്രം നേടിയത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് 3.339 മില്യൺ US ഡോളറും നേടി. നിലവിൽ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമാണ് കളങ്കാവൽ. രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂർ സ്ക്വാഡിനെ കളങ്കാവൽ മറികടന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായ ഭീഷ്മപർവ്വതത്തിന്റെ 85 കോടി രൂപ മറികടക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവാഗതനായ ജിതിൻ കെ ജോസും സംവിധാനം ചെയ്ത ചിത്രം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചത്. കുറുപ്പ് എന്ന സിനിമയുടെ കഥാകൃത്തായ ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറിനും ഒപ്പമാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയത്. ഭീഷ്മപർവ്വതം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം, ടർബോ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം 50 കോടി ക്ലബിലെത്തുന്ന മമ്മൂട്ടി ചിത്രം കൂടിയാണിത്. മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് കളങ്കാവൽ. 50 കോടി ക്ലബ്ബ് എന്ന നേട്ടം ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ആറാമത്തെ മലയാള ചിത്രമായി കളങ്കാവൽ മാറുകയും ചെയ്തു. 2000-ന്റെ തുടക്കത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ചിത്രത്തിൽ SI ജയകൃഷ്ണനായി വിനായകനും സ്റ്റാലിദാസായി മമ്മൂട്ടി അഭിനയിക്കുന്നു.